വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വിചിത്രവാദവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അടുത്തയാഴ്ച സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണം ആരംഭിക്കും. രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക സർക്കാർ 100 വീടുകൾക്കുള്ള പണം കൈമാറിയതായും ലീഗ് നൽകുന്ന 100 വീടുകളുടെ നിർമ്മാണം നടക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. ആകെയുള്ള 400 വീടുകളിൽ 300 വീടുകൾ UDF ആണ് നിർമ്മിക്കുന്നതെന്നുമാണ് സതീശന്റെ വാദം. മാസം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും. ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കും. രജിസ്ട്രേഷൻ നടപടി കഴിഞ്ഞാൽ സ്ഥലം പറയും. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങൾ അതിന്റെ നടപടികൾ, അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഫൈനൽ സ്റ്റേജിൽ. ദുരന്തബാധിതർക്കുള്ള ഭൂമി വാങ്ങി, കോണ്ടൂർ മാപ്പിംഗ് കഴിഞ്ഞു, ഡിസംബർ അവസാനത്തോടെ തറക്കല്ലിടൽ നടക്കും എന്ന് തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ് ഡിസംബർ 10 പ്രഖ്യാപിച്ച ടി സിദ്ദിഖ് MLA വാക്കുകൾ ഇതുവരെ പാലിക്കപ്പെട്ടില്ല. ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ടിന് കണക്കില്ല. അപഹാസ്യനായപ്പോൾ ജനുവരിയിൽ 10 ദിവസത്തിനകം നേതൃ ക്യാമ്പ് കഴിഞ്ഞാൽ തീയതി പ്രഖ്യാപിക്കുമെന്നായിരുന്നു ടി സിദ്ദിഖ് MLA രണ്ടാമത്തെ വാർത്താ സമ്മേളനം. ഞാൻ പറഞ്ഞത് 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ഇതിന്റെ തറക്കല്ലിടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. ആ സെന്റൻസ് തന്നെ പറയും, ആഗ്രഹം എന്നുള്ളതാണ് പറഞ്ഞത്. നേതൃ ക്യാമ്പിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് ദുരന്തബാധിതരുടെ വീടിന് കട്ട് ഓഫ് ഡേറ്റ് ഇല്ല, ഭൂമി വാങ്ങണം എന്നായിരുന്നു മറുപടി. അതിന് സ്ഥലം കണ്ടെത്തണം, ചെറിയ താമസ കാര്യത്തിൽ വന്നു. ഇപ്പൊ അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ്ട് ഫൈനലൈസിലേക്ക് പോവാണ്. ടി സിദ്ദിഖിന്റെ പ്രഖ്യാപനം പച്ചക്കള്ളമെന്ന് ഒരു വട്ടം കൂടി തെളിഞ്ഞു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അടുത്ത പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അടുത്തയാഴ്ച ഭൂമി രജിസ്റ്റർ ചെയ്യും. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനമായ 100 വീട് അദ്ദേഹം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ച വീടുകളിൽ തള്ളി. യൂത്ത് കോൺഗ്രസിന്റെ കണക്കില്ലാത്ത ഫണ്ട് കോൺഗ്രസിന് നൽകുമെന്നാണ് അടുത്ത പ്രഖ്യാപനം. ഒരു അലട്ടലും ഇല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്തു. ഒന്ന്, രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിൻ്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടിന് മാത്രം ദുരന്തം കഴിഞ്ഞ് 1.5 വർഷം കഴിയുമ്പോഴും ഒരു ചലനവുമില്ലാത്ത അവസ്ഥ. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.